നമസ്കാരം സുഹൃത്തുക്കളെ. പ്രസംഗത്തിൻ്റെ ശൈലിയുടെ പേരിൽ താത്വിക അവലോകനം നടത്തുമ്പോഴുള്ള ശൈലിയുടെ പേരിലൊക്കെ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങുന്നവരാണ് CPM സെക്രട്ടറി MV ഗോവിന്ദനും അതേപോലെ തന്നെ P രാജീവുമൊക്കെ. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളന്മാർ ഇവരുടെ ഈ ശൈലി വെച്ചിട്ട് നിരവധി ട്രോളുകൾ ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ അവർ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ട്രോളന്മാരല്ല, കോൺഗ്രസ് നേതാക്കൾ തന്നെ കൃത്യമായും ആളെ മനസ്സിലാക്കുന്ന തരത്തിൽ പേര് പോലും പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ ട്രോൾ ചെയ്യുന്നത് കണ്ടു, പരിഹസിക്കുന്നത് കണ്ടു. മറ്റൊരാൾ ജിൻഡോ എന്ന കോൺഗ്രസിൻ്റെ വക്താവ് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ വെച്ചെടുത്ത റീലിൽ P രാജീവിനെ ഉദ്ദേശിച്ചുകൊണ്ടൊരു ട്രോള്. ഇതൊന്നും ശരിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞത് വീഡിയോ കണ്ടതിന് ശേഷം പറയാം. വസ്തുനിഷ്ഠ ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ ഒരു ഘട്ടത്തെ നിർണയിക്കാൻ കഴിയില്ല. ആത്മനിഷ്ഠ ഘടകത്തിന്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തെ മൂർത്തമായി കാണാതെ ഒരു ഘട്ടത്തെ നിർണയിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ ദേശീയവും സാർവദേശീയവുമായ വർഗശക്തികളുടെ ബലാബലം എന്നുള്ളത്, രണ്ട് ഉൽപാദന ശക്തി, ഉൽപാദന ബന്ധം, ഇവയുടെ നിലവാരത്താൽ നിർണയിക്കപ്പെടുന്ന സാമൂഹിക സാമ്പത്തിക അടിത്തറ. മനസ്സിലായോ? മനസ്സിലാക്കി തരാം. ഭൂവിതരണം, ഭൂപരിഷ്കരണം മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യമാണ്. കാരണം ഭൂ ഉടമസ്ഥതയാണ് കിട്ടുന്നത്. അതോടുകൂടി ഭൂ ഉടമസ്ഥത കിട്ടുന്ന ആളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും. സ്വന്തമായ ഒരു ഭൂമി, അതിൽ കുറച്ച് കൃഷി, അതിലൂടെ വരുമാനം, അവർ വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് കൂടും. നേരത്തെ സോപ്പ് വാങ്ങാത്തവർ വാങ്ങിച്ചെന്നും വരും, കുളിച്ചെന്നും വരും. ബ്രഷ് ഉപയോഗിക്കാത്തവർ ഉപയോഗിച്ചെന്ന് വരും. പല ഉപഭോഗ വസ്തുക്കൾ വാങ്ങിയെന്നും വരും. വിപണി ആവശ്യം വല്ലാതെ വർദ്ധിക്കും. അതോടെ ഉൽപാദനം കൂടേണ്ടി വരും. അപ്പോൾ മുതലാളിത്തം വികസിച്ച് മുന്നോട്ട് പോകും. അതിന്റെ ചലനാത്മകത അങ്ങനെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഭൂപരിഷ്കരണം യഥാർത്ഥത്തിൽ ഒരു മുതലാളിത്ത മുദ്രാവാക്യം തന്നെയാണ്. മനസ്സിലായോ? നിങ്ങൾ എന്തുകൊണ്ട് തോറ്റേന്ന് മനസ്സിലായോ? ഇല്ല. ഇതൊക്കെ തന്നെയാണ് കാരണം. തോൽവി എന്നൊന്നില്ല. തോൽക്കുമ്പോൾ ജയിക്കുന്നവൻ, ജയിക്കുമ്പോൾ തോൽക്കുന്നവനാണ്. തോൽക്കുകയും ജയിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആപേക്ഷികമാണ്. ദൈവമേ, ഇവന്മാർ തോറ്റാലും സമാധാനം തരില്ലല്ലോ. മറ്റൊന്നുമല്ല, ഈ 2026 പോലുള്ള ഈ ആധുനിക കാലത്ത് മനുഷ്യർ ജീവിക്കുന്നത് ഒരുപാട് സമ്മർദ്ദ ഘട്ടങ്ങളൊക്കെ താണ്ടിയാണ്. ഒരുപാട് സമ്മർദ്ദമുണ്ട്, ടെൻഷനുണ്ട്, പലവിധം വീട്ടിലെ പ്രശ്നങ്ങൾ, ജോലിയുടെ പ്രശ്നങ്ങൾ, അത് പ്രശ്നം, ഇത് പ്രശ്നം, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയം പോലും ഇല്ലാത്ത മനുഷ്യർ ഇതിൽ നിന്നൊക്കെ കുറച്ച് നേരമെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അവൻ ഉപയോഗിക്കുന്നതാണ് സോഷ്യൽ മീഡിയ. ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുകൾ പോലും കാണും. അപ്പോൾ അവർക്ക് അവരുടെ മനസ്സൊന്ന് ഫ്രഷ് ചെയ്യാനും ഒക്കെ, റിഫ്രഷ് ആക്കാനും ഒക്കെ അവർ ഇത്തരം വീഡിയോകളാണ് അവരെ ശരിക്കും അത് സഹായിച്ചുകൊണ്ടിരുന്നത്. അത് MV ഗോവിന്ദൻ്റെ ആവട്ടെ അല്ലെങ്കിൽ P രാജീവിൻ്റെ ആവട്ടെ, അത് രാഷ്ട്രീയം പോലും നോക്കാതെയാണ് അവരത് ആസ്വദിച്ചത്. അതിനുശേഷം അവർ ഒന്ന് റീഫ്രഷായിട്ട് തിരിച്ചിറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്തരം കാഴ്ചകൾ നമുക്ക് ഇനിയും വേണം. അത് ട്രോളന്മാർ ട്രോളിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവരിത് തുറന്നുകൊണ്ട് പോകും. എന്നാൽ കോൺഗ്രസ് നേതാക്കളും വക്താക്കളും അവരെ ഇങ്ങനെ ട്രോൾ ചെയ്യാൽ അവർ ഈ പരിപാടി നിർത്തും. അവർ ഈ പരിപാടി നിർത്തിയാൽ ആത്യന്തികമായിട്ട് നഷ്ടം എനിക്കും നിങ്ങൾക്കും ഒക്കെയാണ്. നമ്മളൊക്കെ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമുക്കൊന്ന് ചിരിക്കാൻ പറ്റുന്നത് ഇത്തരം ചില വീഡിയോകളാണ്. അതില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റു മാർഗം തേടേണ്ടി വരും. അതിനാൽ കോൺഗ്രസ് നേതാക്കളോടും വക്താക്കളോടും ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ അവരെ രാഷ്ട്രീയം വെച്ചിട്ട് പരിഹസിച്ചോളൂ, അല്ലെങ്കിൽ രാഷ്ട്രീയം വെച്ചിട്ട് നിങ്ങൾ വാദപ്രതിവാദം നടത്തിക്കോളൂ. പക്ഷേ അവരുടെ ശൈലി വെച്ച് ഇതേ രീതിയിലുള്ള അഭ്യാസങ്ങൾ ഇനി ഇറക്കരുത്. അതിനിവിടെ ട്രോളന്മാരുണ്ട്, മറ്റ് രാഷ്ട്രീയം പോലും ഇല്ലാത്ത ആളുകളുണ്ട്. ഞങ്ങൾക്കൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ, ഈ സലിംകുമാർ പറഞ്ഞ പോലെ ഞങ്ങൾക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്, അതിന് ഇത്തരം ചില ആളുകളെ നിങ്ങൾ ട്രോളി നിരുത്സാഹപ്പെടുത്തി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കരുത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഒരു വളരെ ചെറിയ ആവശ്യമാണ്, അത് നിങ്ങൾ സാധിച്ചു തരണം പ്ലീസ്. ഇനി നിയമസഭയിലും വീട്ടിലാണെങ്കിലും ഇത്തരം കാര്യമൊന്നും നിങ്ങൾ ട്രോളണ്ട. അതിവിടെ നല്ല വൃത്തിയായിട്ട് ട്രോളന്മാരും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്, അവരത് ചെയ്തോളും. നിങ്ങൾ നിങ്ങളുടെ വേറെ പണി നോക്ക്.